EMSൻ്റെ പൂണൂൽ പുറത്തല്ല അകത്താണ് എന്ന് CH പറഞ്ഞിട്ടുണ്ട്. ഇത് അകത്ത് എന്താണ് KN ഉദ്ധരിച്ചതാണ്. അകത്ത് പൂന്താനവും പുറത്ത് ചെകുവേരയുമായി നടക്കുന്ന മനുഷ്യരാണ്. ഇത് എന്താണ് ഒരു ഖേദപ്രകടനം, അല്ലെങ്കിൽ ഞാൻ ഖേദപ്രകടനം നടത്തുമ്പോഴും വളച്ചൊടിച്ചത് പിൻവലിക്കുന്നതാണ്. ഇത് അടിസ്ഥാനപരമായി ഈ സമീപനത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ സമീപനം ഈ പറയുന്ന മുസ്ലിം ഭീതി സൃഷ്ടിച്ച് അപ്പുറത്ത് വോട്ട് സമാഹരിക്കുക എന്ന് പറയുന്ന സമീപനം അത് വിജയിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ വിജയിക്കും, അത് ഫലം കൊയ്യും. പക്ഷേ അത് ഒരു ഇലക്ടറൽ വിക്ടറി ഇത് കൊണ്ടുവന്നേക്കാം. പക്ഷെ ദീർഘകാലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ CPM സ്വയം ഇല്ലാതാകുകയാണ്. കാരണം മുസ്ലിം ഭയം സൃഷ്ടിച്ച് അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സാമൂഹിക ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ബെനിഫിഷ്യറി ആരാണ്? മുമ്പൊക്കെ ആണെങ്കിൽ അതും CPM എടുത്തുകൊണ്ടാണ് വിചാരിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിൻ്റെ ഡിവിഡൻഡ് എടുക്കാൻ ഇവരെക്കാൾ ഗംഭീരമായി ഒരു കട തുറന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാക്സ് വേർഷനുമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് CPM സ്വയം കുത്തി മരിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം ഒരുതരം വിഭ്രാന്തിയുടെ അവസ്ഥയിൽ അതിനെ നേതാക്കന്മാരെല്ലാം പെട്ടുവരികയാണ്. ചില ആളുകളൊക്കെ അത് തിരിച്ചറിയുന്നു, പക്ഷെ അവർക്ക് പോലും അത് പുറത്ത് പറയാം, അത് പാർട്ടിക്കകത്ത് പോലും പറയാൻ പറ്റാത്തൊരു എക്കോസിസ്റ്റം അതിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തീവ്രവാദിയായി പോകുമോ, ഞാനും സ്വത്വവാദിയായി പോകുമോ, ഞാനും ഇവരുടെ പേരുള്ള ആളായി പോകുമോ, ഇങ്ങനെയൊക്കെ ഭയക്കുന്ന സ്വഭാവത്തിൽ അതിനകത്ത് തന്നെ വിയോജിപ്പുള്ള മനുഷ്യർ അടിച്ചിരുത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം 2 തവണ ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നില്ല. അപ്പോഴും ഈ സജിയുടെ പ്രസ്താവനയെ തള്ളി പറയുന്നില്ല, എന്നാൽ അനുകൂലിക്കുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിയത്? ബാലൻ്റെ പ്രസ്താവന അദ്ദേഹം തള്ളി പറഞ്ഞു, പക്ഷെ ഇത്തവണ അത് ഉണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ബാലൻ്റെ പ്രസ്താവന തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് പിണറായി വിജയൻ അതിനെ പിന്തുണക്കുന്നത്. അപ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. 2 ആഴ്ചക്കുള്ളിൽ 2 തവണ പ്ലിങ്ങാകാൻ ഈ പാർട്ടി സെക്രട്ടറി കൊണ്ട് പറ്റില്ല എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടായിരിക്കും. ഞാൻ തള്ളി പറഞ്ഞാൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി വന്നിട്ട് ഇങ്ങനെ പിന്തുണച്ച് എന്തു ചെയ്യും? കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതായി ഒരു ദേശീയ ഇംഗ്ലീഷ് പത്രത്തിൽ അടിച്ചടിച്ച് വരികയാണ്. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസ് പത്രക്കുറിപ്പിറക്കുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഒന്ന് ആലോചിച്ചു, മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു വ്യാജ പ്രസ്താവന എന്നുള്ളതല്ല, ഒരു അപകടകരമായ ഒരു പ്രസ്താവന, വിദ്വേഷജനകമായുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേര് അച്ചടിച്ച് വന്നാൽ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലേ?